6ാം ക്ലാസ്സിലെ അക്ഷരഗണിതം എന്നുള്ള 11ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. അതിൽ പേജ് നമ്പർ 172 ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഒന്നിൽ തന്നെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആ പേജ് നമ്പർ ഒന്ന് ടെക്സ്റ്റ് എടുത്ത് നോക്കുക കേട്ടോ. 172 എടുത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അതിൽ കുറച്ച് തീപ്പെട്ടി കോലുകൾ വെച്ച് സമചതുരം ഉണ്ടാക്കിയ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ സമചതുരത്തിൽ ഒന്നാമത്തേതിൽ ഒരു സമചതുരമാണുള്ളത് അല്ലേ, തീപ്പെട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയത്, തീപ്പെട്ടി കോല് വെച്ചിട്ട്. അപ്പോൾ 1 ഉള്ളത്. അപ്പോൾ എത്ര തീപ്പെട്ടി കോലുകളുടെ എണ്ണം വന്നിട്ട് 4. രണ്ടാമത്തെ ചിത്രത്തിൽ 2 സമചതുരമാണുള്ളത്. അപ്പോൾ അത് എത്ര തീപ്പെട്ടി കോലാണ് വന്നിട്ടുള്ളത് 8. നിങ്ങളൊന്ന് എണ്ണി നോക്കുക കേട്ടോ. 3, അപ്പോൾ 12. 4 സമചതുരമാണ് അടുത്ത ചിത്രത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് 16 തീപ്പെട്ടി കോലുകൾ വന്നിട്ടുണ്ട്. ഇവ തമ്മിലുള്ള ബന്ധം എങ്ങനെയൊക്കെ പറയാൻ പറ്റും എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ തീപ്പെട്ടി കോലുകളുടെ എണ്ണം കിട്ടിയത് എങ്ങനെയാണ്, ഇതിനൊക്കെ ഇൻറ്റു 4 ചെയ്തപ്പോഴല്ലേ കിട്ടിയത് അല്ലേ. അതായത് 1 × 4 4, 2 × 4 8, 3 × 4 12, 4 × 4 16 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബന്ധം എങ്ങനെ, ആദ്യത്തെ തീപ്പെട്ടി കോലുകളുടെ എണ്ണമാണ് പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും. തീപ്പെട്ടി കോലുകളുടെ എണ്ണം എന്താണ് സമം എന്താണ് വരിക, സമചതുരങ്ങളുടെ എണ്ണം ഇൻറ്റു 4 എന്ന് എഴുതി കൂടെ. അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ തീപ്പെട്ടി കോലുകളുടെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 4 × സമചതുരങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ സമചതുരങ്ങളുടെ എണ്ണം ഇൻറ്റു 4 എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇനി സമചതുരങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കണമെങ്കിലോ എന്ത് ചെയ്താൽ മതി, തീപ്പെട്ടി കോലുകളുടെ എണ്ണത്തെ എന്ത് ചെയ്താൽ മതി, എത്രയാണോ തീപ്പെട്ടി കോലുകളുടെ എണ്ണം അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലേ. അപ്പോൾ ഒന്നാമത്തെ എടുക്കാം നമുക്ക്. സമചതുരങ്ങളുടെ എണ്ണമാണ് 1 ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എന്താണ് തീപ്പെട്ടി കോലുകളുടെ എണ്ണം 4. പിന്നെ എന്താണ് 4 വെച്ച് ഹരിക്കുക, 4/4 1. ഇനി അടുത്തത് 8 8 തീപ്പെട്ടി കോലുകളുടെ എണ്ണം 8. അപ്പോൾ 8/4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സമചതുരങ്ങളുടെ എണ്ണം 8 × 4 2 കണ്ടോ. സമചതുരങ്ങളുടെ എണ്ണം 2 കിട്ടി. ഇതാണ് ഇവ തമ്മിലുള്ള ബന്ധം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ എത്ര സമചതുരങ്ങളുടെ എണ്ണം എത്ര തന്നാലും, ഇപ്പോൾ ഇവിടെ ഒരു 8 സമചതുരം തന്നാലും നമുക്ക് എന്ത് തീപ്പെട്ടി കോലുകളുടെ എണ്ണം കണ്ടുപിടിക്കാമല്ലേ. എന്താണ് 4 × എന്താണ് സമചതുരങ്ങളുടെ എണ്ണം. അപ്പോൾ 8 × 4 32 വരും കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ, സബ് ക്വസ്റ്റ്യനാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്, സമചതുരങ്ങളുടെ എണ്ണം എസ് എന്നും കോലുകളുടെ എണ്ണം എം എന്നും എടുത്ത് ഈ ബന്ധം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഴുതിയത് ഇതിനെ അക്ഷരങ്ങൾ വെച്ചിട്ട് നമ്മളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമചതുരങ്ങളുടെ എണ്ണമാണ് എസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സമചതുരങ്ങളുടെ എണ്ണം എസ് എന്ന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് എസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാനും തീപ്പെട്ടി കോലുകളുടെ എണ്ണം, അതായത് ഇതിനെ നമുക്ക് എം വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാനോ പറഞ്ഞിട്ടുണ്ട്. എം ആണ് കേട്ടോ. അപ്പോൾ എം ഇതിൻ്റെ എങ്ങനെ ഇരിക്കും നമ്മൾ പറയാൻ. ഞാൻ വീണ്ടും തീപ്പെട്ടി കോലുകളുടെ എണ്ണം എം നിങ്ങൾ എഴുതി കൊടുക്കുക. തീപ്പെട്ടി കോലുകളുടെ എണ്ണം എം, സമചതുരങ്ങളുടെ എണ്ണം എസ്. അങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ ആയിരിക്കും ഇതിനെ പറയാം. നമ്മൾ നേരത്തെ എന്ത് എഴുതി, തീപ്പെട്ടി കോലുകളുടെ എണ്ണം പകരം നമ്മൾ എന്ത് കൊടുക്കുക, ഇവിടെ എം കൊടുക്കുക കേട്ടോ. എം നമ്മൾ എന്താ എഴുതിയിട്ടുള്ളത് 4 × സമചതുരങ്ങളുടെ എണ്ണം. സമചതുരങ്ങൾക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം, എണ്ണത്തിന് പകരം നമുക്ക് എന്ത് കൊടുക്കണം, എസ് എന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ 4 × എസ് അഥവാ 4s എന്ന് വരും അല്ലേ. 4 × എസ് എന്നാണ് കേട്ടോ. അപ്പോൾ 4 × എസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 4. എം എന്താ വരിക, 4s എന്ന് വരും. 4s എന്ന് വരും. ഇനി നമുക്കിതിൽ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സമചതുരങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിലോ സമചതുരങ്ങളുടെ എണ്ണം നമ്മൾ എസ് വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ S അതായത് എസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ എന്താ എഴുതി, തീപ്പെട്ടി കോലുകളുടെ എണ്ണം 4. തീപ്പെട്ടി കോലുകളുടെ എണ്ണത്തിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക, എം കൊടുക്കുക. m/4 എന്ന് കൊടുക്കുക കേട്ടോ. ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, അതായത് ഇവയുടെ ബന്ധം എഴുതാനല്ലേ. ഈ തരം ഈ കിട്ടിയ സംഖ്യകളൊക്കെ ഏത് തരം സംഖ്യകളാണ് എന്നാണ് ചോദ്യം. ഇതും ഏത് തരം സംഖ്യകളായിട്ടാണ്, അതായത് കോലുകളുടെ എണ്ണവും തീപ്പെട്ടി കോലുകളുടെ എണ്ണവും സമചതുരങ്ങളുടെ എണ്ണവും ഇപ്പോൾ ഏത് നമ്പറായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സമചതുരങ്ങളുടെ എണ്ണം എന്തായിട്ടാണ് വന്നിട്ടുള്ളത്, സമചതുരങ്ങളുടെ എണ്ണം
അതായത് സമചതുരങ്ങളുടെ എണ്ണം നമ്മൾ എസ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. എസ് ഒക്കെ എന്തായിട്ടാണ് വന്നിട്ടുള്ളത്? എസ് ഇസ് ഇക്വൽ ടു നമുക്ക് എഴുതാം. അല്ലെങ്കിൽ സമചതുരങ്ങളുടെ എണ്ണം എന്ത് എഴുതാം? 1 2 3 4 എല്ലാ സംഖ്യ ഇരട്ട സംഖ്യയും വന്നിട്ടുണ്ട്, ഒറ്റ സംഖ്യയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും എന്താണ്? എണ്ണൽ സംഖ്യകളാണ് എന്ന് എഴുതാം അല്ലേ. എണ്ണൽ സംഖ്യ ആണ് കേട്ടോ. പിന്നെ ഇതിൽ എം ഈസ് ഇക്വൽ ടു എം നോക്ക് എല്ലായ്പ്പോഴും എന്താണ് വന്നിരിക്കുന്നത്? 4 8 12 16 അങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലേ, തീപ്പെട്ടി കോലുകളുടെ എണ്ണം. അപ്പോൾ അത് എന്താണ്? ഇരട്ട സംഖ്യയാണ് കേട്ടോ, ഇരട്ട സംഖ്യയാണെന്ന് എഴുതി കൊടുക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ അതിൽ 1 4ാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. 4ൻ്റെ ഗുണിതമായ ഒരു സംഖ്യ എടുത്താൽ അത്രയും തീപ്പെട്ടി കോലുകൾ കൊണ്ട് ഇതുപോലെ എത്ര ചതുരങ്ങൾ ഉണ്ടാക്കാമെന്നാണ്. അത് കണക്കാക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം അല്ലേ. 4ൻ്റെ ഗുണിതമായ സംഖ്യ എടുത്താന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് 4ൻ്റെ ഗുണിതമായൊരു സംഖ്യ തന്നെ ആദ്യം എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം 4ൻ്റെ ഗുണിതമായ ഒരു സംഖ്യ എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ 4ൻ്റെ ഗുണിതമായ ഒരു സംഖ്യ ഞാൻ 32 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ ചതുരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക? ചതുരങ്ങളുടെ എണ്ണം എന്ത് ചെയ്താൽ മതി? ഈ 32നെ എന്തിട്ട് ഇതാക്കിയാൽ മതി? 4 കൊണ്ട് അല്ലേ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ചതുരങ്ങളുടെ എണ്ണം 8. 8 4 32. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ പറയാൻ പറ്റും? 4ൻ്റെ ഗുണിതമായ സംഖ്യയെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 4 കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് എഴുതാം അല്ലേ. അതാണ് അതിൻ്റെ ആൻസർ വരിക കേട്ടോ. അപ്പോൾ എത്ര ചതുരങ്ങൾ ഉണ്ടാക്കാമെന്ന് കണക്കാക്കണമെങ്കിൽ നമ്മൾ 4ൻ്റെ ഗുണിതത്തിന് എന്ത് ചെയ്താൽ മതി എന്ന് എഴുതിയാൽ മതി? 4ൻ്റെ ഗുണിതമായ സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. ഇപ്പോൾ വേറെ ഏത് എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോൾ വേറെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 4ൻ്റെ ഗുണിതമായ സംഖ്യ നമുക്ക് 44 എഴുതാം. 44 എന്ത് ചെയ്താൽ മതി? 4 നമുക്ക് കിട്ടുന്നത് 11. അത് ഏത് നമ്പർ എടുത്ത് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. ഈ കണക്ക് കൂട്ടലും അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 4ൻ്റെ ഗുണിതമായ സംഖ്യ, ഒരു സംഖ്യക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ലെറ്റർ വെച്ചിട്ട് പറയാം. 4ൻ്റെ ഗുണിതമായ ഒരു സംഖ്യ. ക്വസ്റ്റ്യൻ്റെ ഇന്ന അത് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്ന് എടുക്കുന്നുണ്ട്. ചതുരങ്ങളുടെ എണ്ണം. അപ്പോൾ ചതുരങ്ങളുടെ എണ്ണം നമുക്ക് ഇങ്ങനെ എഴുതാം. ചതുരങ്ങളുടെ എണ്ണം എസ് എടുക്കുന്നുണ്ട് കേട്ടോ. എസ് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ എന്ന് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇനിയും അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? എസ് ഇസ് ഇക്വൽ ടു, അതായത് ചതുരങ്ങളുടെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ചതുരങ്ങളുടെ എണ്ണം കിട്ടാൻ എന്താ ചെയ്ത്? എൻ, അതായത് 4ൻ്റെ ഗുണിതമായ സംഖ്യ ബൈ 4. 4ൻ്റെ ഗുണിതത്തിന് പകരം നമ്മളിവിടെ n എന്ന് എടുത്തിട്ടുണ്ട് അല്ലേ. n/4 ചെയ്താൽ മതി അല്ലേ. ഇനി നമുക്ക് എന്ത് കിട്ടാനാണ്? ചതുരങ്ങളുടെ എണ്ണം. ചതുരങ്ങളുടെ എണ്ണം എസ് എന്നാണ് അല്ലേ. എസ് എന്ന് കൊടുക്കട്ടെ. എസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? n/4. ഇനി നമുക്കിതിൽ നിന്ന് n ആണ് കിട്ടേണ്ടത്. 4ൻ്റെ ഗുണിതമായ സംഖ്യയാണ് കിട്ടണമെങ്കിൽ n ഈസ് ഇക്വൽ ടു എന്ത് ചെയ്താൽ മതി? 4 × s കേട്ടോ. അതാ ഇങ്ങനെ വരെ ക്രോസ് ചെയ്യാണ് ചെയ്യുക. 4 × s അഥവാ 4s എന്ന് ചെയ്താൽ മതി അല്ലേ. അതായത് ഇതായിപ്പോൾ എസ് എന്ന് പറയുന്നത് എന്താണ്? ചതുരങ്ങളുടെ എണ്ണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 4ൻ്റെ ഗുണിതമായ സംഖ്യ 32/4 നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. ഈ എന്നിനെയാണ് 4ൻ്റെ ഗുണിതമായ സംഖ്യനെയാണ് n വെച്ച് ഡിനോട്ട് ചെയ്യും. 32 കിട്ടണം. 32 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ എസ് എത്രയാണോ ഉള്ളത്? എസ് ഇവിടെ 8 ആണ്. അതിനെ × 4 8 4 32. അപ്പോൾ അതിൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് ബാക്കി ക്വസ്റ്റ്യനായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.